ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, എന്നിട്ട് മാറ്റി കിട്ടിയോ? പിന്നല്ലാതെ അത് ഈ ബാഗിനകത്തുണ്ട്. ഒരു മിക്സിയുടെ ജാറ. ഞാൻ ചോദിക്കണമെന്ന് കരുതിയൊരു ചോദ്യം ഇപ്പൊ ഓർമ്മയിൽ വന്നു. ചോദിക്കട്ടെ? ചോദിച്ചോ. സത്യം ആഗ്രഹിക്കുന്ന പോലെ വിഷ്ണുവേട്ടൻ ഒരു കല്യാണം കഴിക്കാത്തെന്താ? എന്തേ, അമ്മയ്ക്ക് വേണ്ടിട്ട് വല്ല പെമ്പിളേരും കണ്ടെത്തിയിട്ടുണ്ടാ? കണ്ടുവച്ചിട്ടൊന്നുമില്ല, പക്ഷേ വേണമെങ്കിൽ നോക്കാം. നോക്കിക്കഴിയുമ്പോ ഇനി ഒരു വീട് വെച്ചിട്ടേ കല്യാണം ഉള്ളൂ എന്നൊന്നും പറഞ്ഞ് കളഞ്ഞേക്കരുത്. എന്തായാലും നൂറിന്റെ വാപ്പച്ചയെ പോലെ നല്ലൊരു ലോറി മുതലാളി ആവട്ടെ, എന്നിട്ടാവും ബാക്കിയൊക്കെ. എന്തേ, എല്ലാം പടച്ചു നടത്തി തരും വിഷ്ണുവേട്ടാ. അത്രയ്ക്ക് ഐശ്വര്യമുള്ള വീടാ. ഞങ്ങളുടെ ഉമ്മുമ്മായും ഉപ്പുപ്പായും താമസിച്ച വീടാ. നഷ്ടപ്പെട്ടതെല്ലാം വിഷ്ണുവേട്ടൻ തിരിച്ചു പിടിക്കും, എനിക്ക് ഉറപ്പാ. അയ്യോ, എന്തായാലും നൂറിന്റെ വാക്ക് പൊന്നാവട്ടെ. ഇവൻ എന്തായി കാണിക്കുന്നേ? എന്റെ ഉള്ള നസീർക്കും നീ ഏതാടാ? അതൊക്കെ നീയര്. ഞാൻ ആരാണെന്ന് നീ ഇവളോട് ചോദിക്ക്. ഇവള് പറയട്ടെ ഞാൻ ആരാണെന്ന്. വിഷ്ണുവേട്ടാ, ഇത് നസീർക്ക, എന്റെ മാമിയുടെ മോനാ. അത് മാത്രമാണോ നൂറെ നമ്മൾ തമ്മിലുള്ള ബന്ധം? അതുകൂടി പറ. എന്തായാലും നിന്നെ കൊണ്ടു നടക്കുന്നതല്ലേ, അതുകൂടി അറിയട്ടെ. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക കേട്ടാ. ഈ കുട്ടിയെ ഞാൻ എന്റെ സഹോദരി പോലെ കണ്ടിട്ടാ ലിഫ്റ്റ് കൊടുത്തേ. ആഹാ, അതല്ലെങ്കിലും അങ്ങനെയാ. പിടിക്കപ്പെടുമ്പോ എല്ലാരും സഹോദരി സഹോദരനും ഒക്കെയാ. ഈ പെങ്ങളും ആങ്ങളെയും കേൾക്കാൻ വേണ്ടി പറയുവാ. എന്ത് സഹോദര ബന്ധമാണെങ്കിലും ദേ ഈ നിമിഷം ഇവിടെ വെച്ച് നിർത്തിക്കോണം. എന്റെ മാമയോട് പറഞ്ഞ അറിയാലോ, വെറുതെ ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കണ്ട. എന്തൊക്കെയാ ഈ പറയുന്നേ? ഇത് നമ്മുടെ പഴയ വീട്ടിൽ താമസിക്കാൻ വന്ന പുതിയ താമസക്കാരാ. ഇത് വിഷ്ണുവേട്ടൻ, ഞാൻ എന്റെ ഏട്ടനെ പോലെ കരുതുന്ന ആളാ. ബാപ്പച്ചിയുടെ ലോറിയാ വിഷ്ണുവേട്ടൻ ഓടിക്കുന്നത്. വണ്ടി വഴിയിലായ കാരണം വിഷ്ണുവേട്ടനെ കണ്ടപ്പോ ഞാനാ കൈ കാണിച്ച് കയറി പോന്നത്. ശരി, നീ പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. നീ ഇപ്പൊ ചെന്ന് കാറി കയറും. നീയും അവളും പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ.